ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പിന്നെ നമ്മൾ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് പഴം കിട്ടിയിട്ടുണ്ട്, നേന്ത്രപ്പഴം കുറച്ച് അധികമുണ്ട്. അപ്പോൾ നമുക്കിന്നത് കുറച്ച് ഉന്നക്കായി ആക്കിയിട്ട് നമുക്ക് വൈകുന്നേരം കുറച്ച് പൊരിക്കുകയും ചെയ്യാം. ബാക്കി നമുക്ക് ഫ്രീസറിൽ വെക്കാം. പഴം നല്ലോണം പഴുത്തു പോയാൽ പിന്നെ ആരും കഴിക്കൂല. അപ്പോൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉന്നക്കായി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴം കുറച്ചുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം മൊത്തത്തിലൊന്ന് പഴം തൊലി കളഞ്ഞെടുക്കാം. പഴമൊക്കെ ഇതാ മൊത്തം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ആ ഒരു ഭാഗത്തുള്ള ആ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് അപ്പച്ചെമ്പിലേക്ക്, അതായത് ഇഡ്ഡലി തട്ടുണ്ടല്ലോ, അതിലേക്ക് പഴം നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് ആവി കയറ്റാൻ വെക്കാം. മൊത്തത്തിൽ ഒന്നായിട്ട് പഴം വെക്കുന്നതിൽ നല്ലത് ഇങ്ങനെ മുറിച്ചിട്ടാവുമ്പോൾ ആവി കയറ്റാനും വേവാനും നല്ല സുഖമാണ് കേട്ടോ. പിന്നെ വെള്ളാണ്ട് ഇങ്ങനെ വെള്ളം കുടിച്ച പോലെ ഇട്ടാവുകയില്ല. അങ്ങനെ എന്താ പറയുക, നല്ല പഞ്ഞി പോലത്തെ കായേനു വേവായി വന്നപ്പോൾ നല്ല ഇങ്ങനെ ഉന്നക്കായ്ക്ക് പറ്റിയതേനു. കാരണം തലേ ദിവസം ഞാൻ വെറുതെ ഒന്ന് നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പഴം പുഴുങ്ങി നോക്കിയപ്പോൾ നല്ല കായേനു. അതുകൊണ്ടാണ് ഇങ്ങനെ ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനിതാ അത് അപ്പച്ചെമ്പിലേക്ക് ഞാനിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ആയതിന് ശേഷം ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ആവി കയറ്റം വെച്ചിട്ടുണ്ട്. അതവിടെ ആവി കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ പൊളിച്ചെടുക്കാം. പിന്നെ നമ്മളിന്ന് വൈകുന്നേരം ഉന്നക്കായൊക്കെ ആക്കിയതിന് ശേഷം നമ്മളെ ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഹസ്ബൻഡിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ. ആൾ നാളെ ഇടുക്കിയിൽ പണിക്ക് പോവാണ്. അപ്പം അവിടെ കൊണ്ടുപോയാൽ കാരണം ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചോറ് കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടിയിട്ട് ഞാനിവിടെ പൊട്ടിച്ചെടുക്കും. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് പഴം ഇവിടെ വേവായി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നേരത്തെ അരിഞ്ഞ ബാക്കി പഴവും കൂടി ഇട്ടിട്ട് ആവിയേറ്റി എടുക്കാം കേട്ടോ. നല്ല പഴം, നല്ല എന്താ പറയുക, ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തില്ല പഴം, അത്യാവശ്യം മധുരവും ഉണ്ട്. ആ രണ്ടാമത്തെ പഴവും കൂടി അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉന്നക്കായ അതിൻ്റെ റെസിപ്പി ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ഇത് ഞാൻ മേലെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഇതുണ്ടാക്കുന്ന മസാല ഉണ്ടാക്കുന്ന ടൈമിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര ഇങ്ങനെ എന്താ പറയുക, ഡ്രൈ ആയിങ്ങി വരും. തേങ്ങ ഒരുപാടങ്ങ് മൂത്ത് പോയാൽ അതത്ര രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ. പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം.
മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പഴം ഒന്ന് ഉടച്ചെടുക്കാം. പിന്നെ ഞാൻ ഒന്ന് മേലൊക്കെ കൈ നിസ്കരിച്ച് വന്നിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോഴും മോളെ കൂട്ടാനുണ്ടേനും ബസ് വന്നപ്പോൾ ഓളയും കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ തുടങ്ങുന്നത്. അപ്പോഴേക്കും പഴമൊക്കെ ആയി. പിന്നെ ഞാനിവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ടേനും. ചൂടാറിയതിന് ശേഷം പഴം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. മിക്സിയിൽ ഒന്നിട്ട് കറക്കിയാൽ മതി. അങ്ങനെ കറക്കിയിട്ട് വല്ലാണ്ടങ്ങ് ഇതായി പോകുന്നതിനാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ മൊത്തം ഒന്ന് ഉടച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ശരിക്കും ഞാൻ സ്പീഡ് കൂട്ടി വെച്ചിട്ടാണ് ഉന്നക്കായ ഉണ്ടാക്കണം. എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ഷേപ്പിലും കാര്യത്തിലും ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. എനിക്ക് നല്ല ഷേപ്പ് വേണം. ചിലർ വെറുതെ ഇങ്ങനെ ഉരുട്ടി വെക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഇങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഫ്രീസറിൽ ഉണ്ടാക്കി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരമൊക്കെ എടുത്തങ്ങ് പൊരിച്ചാൽ മതിയല്ലോ. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിനൊക്കെ എടുത്തങ്ങ് പൊരിച്ചാൽ മതി. അന്നപ്പോൾ ഉണ്ടാക്കാൻ കഴിയാത്തവർക്ക് ഇങ്ങനെ സാധനം കിട്ടുമ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരത്തെ ആ പണി കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് ഇത് ഉരുട്ടിയെടുത്തത് കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ ചിലർ പറയും എന്തിനാ ഫ്രീസറിൽ വെക്കുന്നത്, അന്നപ്പോൾ ഉണ്ടാക്കിയാൽ പോരെന്ന്. മതി, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ച് ചെയ്യാം. പിന്നെ പണി ഇങ്ങനെ കുറക്കണം, അല്ലെങ്കിൽ അന്നപ്പോൾ ഉരുട്ടാൻ കഴിയൂല, അല്ലെങ്കിൽ ഇങ്ങനെ പഴം വേസ്റ്റ് ആക്കണ്ട എന്നൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും യോജിക്കണമെന്നില്ല. ചിലർ യോജിക്കും, ചിലർ യോജിക്കൂല. അതൊക്കെ അവൻ്റെ ഇഷ്ടം പോലെ കേട്ടോ. അങ്ങനെ ഇതാ 2 പ്ലേറ്റിലേക്ക് തോനെ ഉണ്ടായിരുന്നു നമ്മൾ ഉരുട്ടിയെടുത്തത്. അതിനിപ്പം കുറച്ച് നമുക്കിപ്പോൾ പൊരിക്കാം വൈകുന്നേരത്തെ സ്നാക്സിന് വേണ്ടിയിട്ട്. ബാക്കി നമുക്ക് ഫ്രീസറിൽ ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ ഒരാഴ്ച വരെ അങ്ങനെ ഇരിക്കും, ഒരു കുഴപ്പവും വരില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാം. അങ്ങനെ ഞാൻ ഉന്നക്കായൊക്കെ ഉണ്ടാക്കി അത് പൊരിച്ച് മക്കൾക്കൊക്കെ ചായ കൊടുത്തു. ഇനിയിപ്പോൾ ഞാനും ചായ കുടിക്കട്ടെ. കട്ടൻ ചായയും ഇതുപോലെ നല്ല ചൂടുള്ള ഉന്നക്കായൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ചിലർക്ക് എരിവുള്ള കടിയോടൊക്കെ എനിക്ക് ഇഷ്ടം. ചിലർക്ക് ഉന്നക്കായ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം ചായയൊക്കെ കുടിക്കട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അപ്പം അതൊക്കെ പെട്ടെന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് അടുത്തൊരു ചെറിയൊരു പണിയും കൂടിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണമെന്ന്, ആ ഒരു പണിയും കൂടി ഒന്ന് കഴിച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ ശരിക്കും കുറച്ച് നേരം വൈകിയിട്ടുണ്ട്, ശരിക്കും രാത്രി ആവാനായി കേട്ടോ. അപ്പം പിന്നെ പാത്രമൊക്കെ പെട്ടെന്നൊന്ന് കഴുകിയെടുത്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് ഇതാ തേങ്ങയൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ചമ്മന്തിപ്പൊടീൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് ബൈ ബൈ.